വയനാട് പൂക്കോട് മരണപ്പെട്ട വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ വീട്ടിൽ മന്ത്രി ജി.ആർ. അനിൽ സന്ദർശനം നടത്തുകയാണ്. കുടുംബത്തോട് സംസാരിക്കുകയാണ് അദ്ദേഹം. നമ്മൾ അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏറെ സങ്കടമുള്ളൊരു വാർത്തയായിരുന്നു നമ്മുടെ മുൻപിലേക്ക് കഴിഞ്ഞ ദിവസം വന്നത്. സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി പൂക്കോട് മരണപ്പെട്ട സാഹചര്യം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ സന്ദർശിക്കുകയാണ് മന്ത്രി ജി.ആർ. അനിൽ. നൃപൻ ചേരുകയാണ്. നൃപൻ, മന്ത്രി ജി.ആർ. അനിൽ സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറെ സങ്കടത്തിൽ നിൽക്കുന്ന അവർക്ക് വലിയൊരു ആശ്വാസമാവുകയാണോ മന്ത്രിയുടെ സന്ദർശനം? മന്ത്രി ജി.ആർ. അനിൽ അല്പം മുമ്പാണ് സിദ്ധാർത്ഥന്റെ വീട്ടിൽ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിന്റെ അച്ഛനുമായി പിതാവുമായി മന്ത്രി ജി.ആർ. അനിൽ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് പ്രേക്ഷകർ കാണുന്നത്. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. അതിൽ സർക്കാരിന്റെയും പോലീസിന്റെ നടപടികൾ തുടരുന്നു. ഇത് സംബന്ധിച്ച് രക്ഷകർത്താക്കളുടെ പരാതിയും ആശങ്കയും കേൾക്കുക എന്നതുകൂടിയാണ് മന്ത്രിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മന്ത്രിയുടെ ജി.ആർ. അനിലിന്റെ മണ്ഡലം കൂടിയാണ് നെടുമങ്ങാട് ടൗണിനടുത്ത് തന്നെയാണ് സിദ്ധാർത്ഥന്റെ വീട്. അദ്ദേഹത്തെ ഈ രക്ഷകർത്താക്കളെ കാണുക, വിവരങ്ങൾ ആരായുക, ഒപ്പം തന്നെ സർക്കാരിന്റെ തുടർ നടപടികൾ രക്ഷകർത്താക്കളുടെ ആശങ്ക അനുസരിച്ച് അത് പരിഹരിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതുകൂടി കണക്കാക്കിയാണ് മന്ത്രി ജി.ആർ. അനിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. പോലീസ് നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്ന് മറ്റു ചില രാഷ്ട്രീയ നേതാക്കളും ഒക്കെ തന്നെ ഇന്ന് ഇവിടെ സന്ദർശനം എത്തുന്നുണ്ട് സിദ്ധാർത്ഥന്റെ പിതാവിനെ കാണാൻ. അതിന് മുമ്പായിട്ടാണ് മന്ത്രി ജി.ആർ. അനിലും ഇപ്പോൾ രക്ഷകർത്താവിനും പിതാവുമായി സംസാരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു ക്രൈമിന് ശേഷം ഒരു ആരോപണമായി പുറത്തു വരുന്നു. അതിനുശേഷമുള്ള തുടർ നടപടികൾ പോലീസ് തുടരുകയാണ്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ സന്ദർശനം. തീർച്ചയായും നൃപൻ, ഈ പറഞ്ഞതുപോലെ ഈ മരണത്തെ തുടർന്ന് ചില ആക്ഷേപങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തിനുണ്ട്, വലിയ ആശങ്കയുണ്ട്. അപ്പോൾ സ്വാഭാവികമായി മന്ത്രി ആ രീതിയിലൊരു സന്ദർശനം നടത്തുമ്പോൾ കുടുംബത്തിന്റെ ആശങ്കകളും ആവശ്യങ്ങളും സർക്കാർ പരിഗണിക്കുന്നു, സർക്കാർ ആ കുടുംബത്തോടൊപ്പമുണ്ട് എന്നൊരു സന്ദേശം കൂടി ആ സന്ദർശനത്തിലുണ്ടോ? തീർച്ചയായും. കാരണം രക്ഷകർത്താവിനോട് ജി.ആർ. അനിൽ ചോദിച്ചത് തന്നെ അത് തന്നെയാണ്. മന്ത്രി ചോദിച്ചത് തന്നെയാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ, ഈ പറയുന്ന ആരോപണത്തിൽ പറയുന്നത് പോലെ എന്തെങ്കിലും സൂചനകൾ വീട്ടുകാരുമായി സിദ്ധാർത്ഥ് നേരത്തെ പങ്കുവച്ചിരുന്നോ, ഇത് സംബന്ധിച്ച ആരോപണത്തിന് അടിസ്ഥാനമുണ്ടോ എന്ന ചോദ്യങ്ങളാണ്. കാരണം സിദ്ധാർത്ഥന്റെ പിതാവ് വിദേശത്താണ്. മരണവിവരം അറിഞ്ഞ ശേഷമാണ് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. വീട്ടുകാരുമായി ഇത്തരം ചില സൂചനകൾ നൽകിയിരുന്നില്ല എന്നാണ് പിതാവിന് ധാരണയില്ല എന്ന് അറിയിച്ചു. സംഭവം നടന്ന ശേഷമാണ് മറ്റ് വിശദാംശങ്ങൾ കൂടെ പഠിക്കുന്ന കുട്ടികൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. തുടർന്നാണ് ഇതിന്റെ ഗൗരവം തങ്ങളും മനസ്സിലാക്കുന്നത് എന്നാണ് പിതാവ് മന്ത്രിയോട് പറഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോപണം വരുന്നു, അതിനനുസരിച്ച് തുടർ നടപടികളായി പോകുന്നു. ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഒരു കുടുംബത്തിന്റെ വലിയ പ്രതീക്ഷയായിരുന്ന മകൻ നഷ്ടപ്പെട്ടു പോകുന്നു, ആത്മഹത്യ ചെയ്യുന്നു. അതിന് കാരണക്കാരായിട്ടുള്ള അതിന്റെ പിന്നിൽ എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്നതാണ് ഇനി പരിശോധിച്ച് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെയും മറ്റ് ആരോപണം ഉന്നയിക്കുകയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് തുടർ നടപടി സ്വീകരിക്കുകയാണ്. കുടുംബത്തെ ആശ്വസിപ്പിക്കുക, ഒപ്പം തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള തുടർ നടപടി സ്വീകരിക്കുക, അതാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ജാഗ്രതയോടെയുള്ള അന്വേഷണം തുടരുന്നുണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് മന്ത്രി ജി.ആർ. അനിൽ ഇപ്പോൾ വീട്ടിൽ സന്ദർശനം നടത്തി അവരുടെ സിദ്ധാർത്ഥന്റെ രക്ഷകർത്താക്കളെ കണ്ട് ആശയവിനിമയം നടത്തുന്നത്. പിതാവിനോട് സംസാരിച്ചു, വിവരങ്ങൾ ആരാഞ്ഞു മന്ത്രി. നിമിഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങുന്ന മന്ത്രി മാധ്യമങ്ങളെ കണ്ട് തുടർ നടപടി സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. ശരി, നൃപനാണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രി ജി.ആർ. അനിൽ മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. മന്ത്രി അവിടെ എത്തുകയും സിദ്ധാർത്ഥൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അവരുടെ ആശങ്കകളുണ്ട്, അവർക്ക് പല ആക്ഷേപങ്ങളും ഈ സംഭവവുമായി ബന്ധപ്പെട്ടു അതിൻ്റെ തുടർച്ചയിലുണ്ട്. അപ്പോൾ അതൊക്കെ സർക്കാർ അവരുടെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ കേൾക്കുകയും അതിനോട് ഏറ്റവും അനുഭാവപൂർണ്ണമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ കൂടി എന്ന സന്ദേശം കൂടി നൽകുകയാണ് ആ സന്ദർശനം. അതിൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രി നേരിട്ട് ആ വീട്ടിലെത്തുകയും ആ വീട്ടുകാരെ കേൾക്കുകയും അച്ഛനെയും അമ്മയും ഒക്കെ കേൾക്കുകയും ചെയ്യുന്നത്. ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നൃപനാണ് വിവരങ്ങൾ നൽകിയത്.